അമ്മച്ചി അമ്മച്ചി എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. സൈമൺ സാർ വന്നിട്ടുണ്ടോടി? പോലീസ് ഇപ്പൊ കിടക്കുന്നുണ്ടല്ലോ. മാർക്കറ്റിലേക്ക് വരുമ്പോ നിനക്ക് എന്റെ കടയിലേക്കൊക്കെ ഒന്ന് വന്നാലെന്താ? അല്ല, വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കാമല്ലോ. എന്ത് ചെയ്താലും പഴി പോലീസിന് എന്ന് വെച്ച് നമുക്ക് നമ്മുടെ ജോലി ചെയ്യാതിരിക്കാൻ ഒക്കൂ. പിന്നല്ലയോ ഡാടാ എന്താടാ അവിടെ? അല്ല, CD തന്ന ലിസ്റ്റിലുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആൻസി മോൾ എവിടെയെന്ന് ചോദിക്കുമായിരുന്നു. ആൻസിയേ കൊണ്ടുവാ നോക്കട്ടെ. വ്യാജം വല്ലതുമാണോടാ? അയ്യോ, നമുക്ക് ആ ഏർപ്പാടൊന്നും ഇല്ലേ. $1 million ബേബി കിട്ടിയോ? തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. മറ്റന്നാ തരാം. എന്താ ചേട്ടത്തി? നിന്നെ ഇങ്ങോട്ടൊന്ന് കെട്ടിയെടുക്കണമെങ്കിൽ തൊണ്ട വിളിക്കണമല്ലോടി. ഇങ്ങോട്ട് വാ. ദേ ഇത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തോണ്ട് വരണം. അമ്മച്ചിക്ക് ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല മോളെ. ഇവർ ഈ മുറിയിൽ പൂട്ടിയിടുമ്പോഴാ അമ്മച്ചിക്ക് പേടിയാവുന്നേ. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ബഹളം ഉണ്ടാക്കും. ഇവരുടെ വിചാരമേ എനിക്ക് തലയ്ക്ക് സുഖമില്ലാത്തോണ്ടാണെന്നാ. ഇന്നാൾ ഇതുപോലെ പറയുന്നത് കേട്ടിട്ടേ റോയിച്ച് മുറി പൂട്ടാൻ സമ്മതിച്ചില്ല. പിന്നിലെ മതില് ചാടി ആ പട്ടമാരുടെ അമ്പലക്കുളത്തിൽ പോയി നീരാട്ടായിരുന്നു. പിന്നെ എന്ത് പാടുപെട്ടിട്ടാണെന്നോ തിരിച്ചു കൊണ്ടുവന്നത്. അമ്മച്ചിയെ നമ്മളിവിടെ ഇങ്ങനെ ഇട്ടാ മതിയോ? എനിക്ക് തോന്നുന്നത് ദൂരെ ഏതെങ്കിലും ഒരു മെന്റൽ അസൈലത്തിൽ കുറച്ചു ദിവസം കൊണ്ടാക്കാന്നാ. എന്നിട്ട് വേണം അമ്മച്ചിക്ക് ഭ്രാന്താണെന്ന് ലോകര് മുഴുവനും അറിയാനായിട്ട്. ഇപ്പൊ ആൻസി മോൾക്ക് ചില ആലോചനകൾ വരുന്ന സമയാ. അവളെ കെട്ടിച്ചയച്ചിട്ട് അമ്മച്ചിയെ ഏത് ഭ്രാന്താശുപത്രിയിൽ വേണമെങ്കിലും ആക്ക്. ഇതിപ്പോ നമ്മൾ കുറച്ചു പേർക്കല്ലേ അറിയത്തുള്ളൂ. പള്ളി ചെല്ലുമ്പോ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അമ്മച്ചി ഈടായിട്ട് ആ വഴിക്കൊന്നും കാണാറില്ലല്ലോന്ന്. വല്ല മനസ്സ് വെച്ചിട്ടാണോന്ന് ആർക്കറിയാം. ഇന്നേ വരെ ഒരാൾക്ക് ഒരു സംശയവും തോന്നിയിട്ടില്ല. ആ ബീന കേറ്. അളിയന മലപ്പുറത്തായിരുന്നു. ടൗൺ സർക്കിളായിട്ട് പ്രൊമോഷൻ വാങ്ങിച്ചു പോന്നു. നന്നായി. അപ്പൊ ടൗണിൽ ഇനി എന്ത് പോക്കിരിത്തരം വേണമെങ്കിലും കാണിക്കാലോ, ആളുണ്ടല്ലോ. ദാ ഇതൊക്കെ ഇന്നലെ വാങ്ങിയതാ. ഈ പഴയതിലും കുറച്ച് നല്ലതിരിപ്പുണ്ട്. ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. കോണി എവിടെ? കോണി ദാ അപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ, എടുത്തോളൂ. ഓ, വൃന്ദാവനവും നന്ദകുന്നും കത്രീന ചേർത്തി എന്തൊക്കെയുണ്ട് അറിയോ? അറിയാതെ പിന്നെ. വൃന്ദാവനവും നന്ദകുമാരനും യാവതു കൽബതും കൽബതല്ലോ ഏതോ. മക്കള് ചായ കുടിച്ചോ? ആ, ചായക്കുള്ള നേരം ആവണല്ലേ ഉള്ളൂ ചേട്ടത്തി. അവിടെ പണി നടക്കണ്ടല്ലോ, അവിടെ കൊണ്ടുവരും. അപ്പൊ ഞങ്ങൾ കുടിച്ചോളാം. അത് മര്യാദയാണോ? ഇവിടെ വന്നാ ഇവിടെ നിന്ന് തന്നെ ചായ കുടിക്കണം. എന്നാ കുറച്ച് കഴിയട്ടെ. നമസ്കാരം. അപ്പൊ ചായയാണോ കാപ്പിയാണോ മക്കൾക്ക് ഇഷ്ടം? അയ്യോ, ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും വേണ്ട. എന്നൊന്നും പറഞ്ഞാ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് കുടിച്ചേ പറ്റൂ. ചായയോ കാപ്പിയോ? എന്നാ പിന്നൊരു ചായ ആയിക്കോട്ടെ. ആ, കാപ്പിക്ക് മധുരടാലോ. ഇഷ്ടം പോലെ ഇട്ടോളൂ. ആ. കണ്ടോടാ, എന്ത് മര്യാദയുള്ള സ്ത്രീ. മണികണ്ഠൻ ചേട്ടനെ ശരിക്കും മനസ്സിലായിട്ടില്ല. വേറെ ആളാണെന്ന് വിചാരിച്ചിട്ടാ. അസൂയ വേണ്ട. ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പെരുമാറ്റം പോലെ ഇരിക്കും. ഞാൻ എത്ര കൊല്ലം മുമ്പ് കണ്ടതാ ഇവരെ. എന്നിട്ട് ആ സ്നേഹം കാണുമ്പോ സത്യത്തിൽ എന്റെ കണ്ണൊക്കെ നമുക്ക് പിന്നെ നിറയ്ക്കാം. പണി പിടി പിടി പിടി. എന്നാ പണിയായി കാണിക്കുന്നേ? അരി തിളച്ചു വരുന്നതേ ഉള്ളു. തിളച്ചത് തന്നെയാ വേണ്ടത്. ഞാൻ അങ്ങോട്ട് കേറി വരണോ പ്രേമ? ഇങ്ങോട്ടോ? വേണ്ട. പുറത്തുള്ള പഴയതിലെ നല്ലത് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങെടുത്തോ. ആ, വൃന്ദാവനവും ചിന്ത ഭഗവാനെ ഇത്ര വേഗം ചായ ആയി. ഇന്നാ കുടിച്ചോ. ഈ തള്ളക്ക് വട്ടാടാ. ഓടിക്കോ. ഓടിക്കടാ. ചായ വേണമെന്ന് പറഞ്ഞത് എന്റെ ഈശ്വര. ഇത് ഇന്ന് എടുത്തു തരാൻ മണികണ്ഠൻ. അതെ, ആരെങ്കിലും വന്ന പലക ഒന്ന് എടുത്തു തന്നെ. എടി പെണ്ണേ, നിന്നതേ ആശാരി വിളിക്കുന്നു. അമ്മച്ചിയുടെ മുറി അടിച്ചു വരാൻ കൊച്ചമ്മ പറഞ്ഞിട്ട്. ഇത് കഴിഞ്ഞിട്ട് മതി, ചെല്ല്. ആ, ദേ ആ വീതി കൂടിയ പട്ടിക ഓരോന്നായിട്ടിങ്ങെടുത്തേ.
പേരെന്താ? പേരില്ലേ? ഉം, അതാ ചോദിച്ച എന്താ? കൺമണി. ഏ? കൺമണി. കൺമണിയും കൺമണി. சேலம் தானே ஊரு? கொஞ்சம் கொஞ்சம் தமிழ்லாம் எனக்கும் தெரியும். അന്നെന്തിനാ അത്രയും ബഹളം വെച്ച്? അതുകൊണ്ടല്ലേ അടി കിട്ടിയത്? സത്യത്തില് നട്ടുച്ച വെയിൽ ചെയ്ത് ഞാൻ ഇറങ്ങിയോണ്ട് ഞാൻ ഒന്നും കണ്ടില്ല, ഒരു വസ്തുവും കണ്ടില്ല. ഞാൻ ഒന്നുമേ പാക്കല്ലേ. കൺമണി, ചെട്ടിയാരോടാ കളി. നിങ്ങളൊക്കെ വലിയ വമ്പത്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അടക്കിയിട്ടുണ്ട്. 1000, 10,000 ലക്ഷം ഒന്നും ചോദിച്ചില്ലല്ലോ. 3 കൊല്ലം മുമ്പ് പറഞ്ഞുറപ്പിച്ച നിസ്സാര വാടക അതിപ്പോ തന്നിട്ട് മാസം അത്രയായി. വേണമെന്ന് വെച്ചിട്ടല്ലല്ലോ ചെട്ടിയാരെ. അതന്നെ ഞാനും പറയണത്. നിങ്ങൾക്കൊന്ന് വേണമെന്ന് വെച്ചാ എന്താ? മാസാമാസം ഞാൻ ഈ പടി കയറി ഇറങ്ങണതേ നിങ്ങളെ ചന്തം കാണാനല്ല. പതുക്കെ പറ, ആൾക്കാരൊക്കെ കേൾക്കും. എനിക്കാരും പേടിയില്ല. വേണ്ടി വന്ന വാടകയ്ക്ക് മൈക്ക് സെറ്റ് എടുത്തിട്ട് വിളിച്ച് കൂവും ഞാൻ. എന്റെ വാടക കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. പഴയ പോലെ അല്ല ചെട്ടിയാരെ. അന്ന് ഇവിടുത്തെ ആളുണ്ടായിരുന്നു. മണ്ണിന്റെ ചെലവേ ഉള്ളൂ. കലങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിരുന്നത്. ഇതിപ്പോ ഞാൻ പുറത്തുനിന്ന് കാശ് കൊടുത്ത് മേടിച്ചിട്ട് വേണം കൊണ്ടുനടന്ന് വിൽക്കാൻ. സീതമ്മ എന്ത് പറഞ്ഞാലും എന്റെ കാശ് മുഴുവൻ കിട്ടിയാലേ ഞാൻ ഇവിടുന്ന് എണീക്കൂ. ഇല്ലെങ്കിൽ എന്റെ പേര് ഗണേശൻ ചെട്ടിയാരെന്നല്ല. എണീക്കടോ. എഴുന്നേക്കാൻ. പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്നിടത്ത് വന്ന് എന്ത് തോന്നിയ സട കാണിക്കുന്നേ? എന്റെ വാടക തരാതെ പിന്നെ? തന്റെ വാടക തരാൻ എനിക്ക് മനസ്സില്ല. താൻ ഇവിടുത്തെ അടുക്കളക്കരങ്ങ് പൊറുക്കോടോ? പുറമ്പോക്കി 4 ചുവരും വെച്ച് സ്വന്തം വീടാന്നും പറഞ്ഞ് വാടക പിരിക്കാൻ നടക്കുന്നു. പരട്ടെ ചെട്ടിയാര്. വില്ലേജ് ഓഫീസിൽ നിന്ന് ഇന്നലെ വന്ന് പറഞ്ഞേച്ച് പോയതാ. ഉടനെ എല്ലാരും ഇവിടെ ഇറങ്ങിക്കോണോന്ന്. വില്ലേജ് ഓഫീസുകാര് കുറെ ഞൊട്ടും. ഞൊട്ടും. എന്നാ താൻ അവർക്ക് പട്ടയം കാണിച്ചു കൊടുക്കണോ? താൻ അവർക്ക് പട്ടയം കാണിച്ചു കൊടുക്കാൻ. ഒന്ന് പതുക്കെ പറ സീതമ്മേ, ഞാൻ കേട്ടാ പോരെ. ഇളകി പറഞ്ഞ മൈക്ക് സെറ്റ് വെച്ച് ഒളത്താൻ പോവാണെന്ന്. കൊണ്ടുപോടോ മൈക്ക് സെറ്റ്. മൈക്ക് സെറ്റ് കൊണ്ടുവരാൻ. അങ്ങോട്ട് പോയ പോലെ അല്ലല്ലോ ചെട്ടിയാരെ ഇങ്ങോട്ടത്തെ വരവ്. നമുക്ക് ഇടപെടാൻ പറ്റാത്ത വർഗമാ ഈ ചട്ടിയും കാലം ഉണ്ടാക്കുന്നോറ്റല്ലേ. എന്തുവാടോ പറഞ്ഞേ? അല്ലാതെ ഇവിടെ പറഞ്ഞതാ. ചെട്ടിയാരെ, നമ്മൾ തരാനുള്ള വാടക ഇത് പിന്നെ ബാങ്കിലിട്ട പോലെയല്ലേ. സീതമ്മ ചേച്ചി എത്ര തരാനുണ്ട്? അത് ഞാൻ അവരടുത്ത് വാങ്ങിച്ചോളാം. കാശുണ്ട് ചെട്ടിയാരെ? വേണ്ടാന്നേ, കുറച്ച് കടവും കടപ്പാടൊക്കെ ഉണ്ടാവുന്ന ഒരു ഹരല്ലേ അല്ലേ മാഷേ? എന്ന് വെച്ച് ഞാനങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളൊന്നും അല്ലാട്ടോ. ഇപ്പതേ കവലയില് പീഡിയ മുറിയുടെ മുകളില് നാടകശാലക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടില്ലേ, അത് ഞാനവിടെ ഒഴിപ്പിച്ചു. ഓ അത് ശരി. അതാണ് ഇന്നലെ അതിലെ പോരുമ്പോ ഒച്ച എനക്ക് ഒന്നും കേൾക്കാത്തത്. അതൊക്കെ അവസാനിപ്പിച്ചു. കാട്ട് കള്ളന്മാര് 1.5 കൊല്ലായിട്ട് നയാ പൈസ തന്നിട്ടില്ലേ മാഷേ. മിമിക്രിക്കാർ വന്നേ പിന്നെ നാടകക്കാർക്ക് ഡിമാൻഡില്ലാത്രേ. ഞാൻ പിടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാനാരാ മോൻ? 2-3 ആളെയും കൂട്ടിച്ചെന്ന് ഇറങ്ങടാ പട്ടികളെ പുറത്തുനിന്ന് പറഞ്ഞ ഒറ്റ ചാടിക്കല്. അങ്ങനെ പറഞ്ഞോ? അത്ര കടുപ്പിച്ചില്ലെങ്കിൽ ഇറങ്ങാൻ പറഞ്ഞു. 1, 2, 3 ആ നേരം കൊണ്ട് ഓക്കേറ്റി പിടിച്ച് പുറത്താക്കി. ദേ താക്കോല് കണ്ടോ? ദിന്തരിക്കട്ടാ. ഭയങ്കരം തന്നെ. എന്തോ നടിയത്? കുറച്ച് ചേമ്പൂട്ടാനാ. പുറകുവശത്തെ വാതിൽ അടച്ചിരിക്കാം. ഇങ്ങനെ ഇനിയിപ്പോ ഇവളുടെ കല്യാണം വരുമ്പോ സീതമ്മ എന്തോ ചെയ്യും? നയാ പൈസ കയ്യിലല്ലോ കൊടുക്കാൻ. ഇവളുടെ കല്യാണത്തിന് കാശൊന്നും വേണ്ട ചെട്ടിയാരെ. പൊന്നും കുടത്തിന് എന്തിനാ പൊട്ട്? എങ്ങോട്ടാ ചേട്ടത്തി ഇത്ര തിരക്ക് പിടിച്ച്? പള്ളിയിലോട്ടാ. ഈ നേരത്തോ? എന്താ വിശേഷം വല്ലോണ്ടോ? ഞായറാഴ്ച പള്ളിയിൽ പോയാൻ ക്രിസ്ത്യാനിക്ക് എന്തിനാടാ വിശേഷം? അതിനിന്ന് ഞായറാഴ്ച അല്ലല്ലോ. അത് നിനക്ക്. എനിക്ക് ഇന്നാ ഞായറാഴ്ച. അമ്മച്ചി, അമ്മച്ചി, അമ്മച്ചി വാ അമ്മച്ചി, നമുക്ക് വീട്ടിലേക്ക് പോകാം. പള്ളിയിൽ പോയിട്ട് എത്ര നാളായെന്നറിയാമോ? എന്നോട് വന്നില്ല, എനിക്ക് തല്ലിട്ട് ഞാൻ പറയും. ഒന്നങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ. അമ്മച്ചി വാ അമ്മച്ചി. എന്താ ഇത്? നീ മര്യാദക്ക് പോകുന്നുണ്ടോ? പൊന്നമ്മച്ചിയല്ലേ. ഞാൻ പള്ളിയിൽ പോയിട്ടേ വരത്തുള്ളൂ. ഏയ് എന്താ വഴി കിടന്നൊരു പിടിവലി? പള്ളിയിൽ പോവാൻ സമ്മതിക്കുന്നില്ല മോനെ. എന്റെ കൺമണി, അമ്മച്ചി പള്ളിയിൽ പോയിട്ട് വരട്ടെ. അതുവരെ നമുക്കിവിടെ സംസാരിക്കാന്നേ. വാ അമ്മച്ചി. മോനിങ്ങി വന്നേ. വാ. നിനക്ക് ഇവളെ ഇഷ്ടമാണല്ലേ? അങ്ങനെയൊന്നുമില്ല. പിന്നെ റോയ്ക്കുട്ടിയോട് പറഞ്ഞാൽ നടക്കത്തില്ല. നീ ഇവളെ അങ്ങ് എടുത്തോ. കർത്താവായ യേശുവിന്റെ തിരുനാമത്തിൽ ഇതാ ഞാൻ നിങ്ങളെ പരസ്പരം വരമേൽപ്പിക്കുന്നു. കർത്താവേ നിനക്ക് സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും സ്തുതി. അമ്മച്ചി വന്നേ. ഞാൻ അറിയണ്ട. വന്നേക്ക, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്.
எதுக்கு என்ன உயிரோட வச்சிருக்க? கொண்டு போக கூடாதா? இன்னைக்கு எனக்கு அவ்வளவு அடி கிடைச்சிருக்குன்னு தெரியுமா? நான் என்ன தப்பு பண்ணேன் சொல்லு. நீ ஒரு தப்பும் பண்ணலே கண்மணி, எனக்கு தெரியும். யாம் இருக்கே பயமே. ஆறுது நான் தான் മുരുകൻ. ഓം ശരവണഭവ. എന്തിനാ ദൈവത്തിനോട് ഇങ്ങനെ പരാതി പറയുന്നത്? നീ വലിയ കുട്ടിയല്ലേ. ആരെങ്കിലും അനാവശ്യമായി തല്ലാനോ വഴക്കു പറയാനോ വന്നാൽ നല്ലതുപോലെ തിരിച്ചു പറയണം. തമിഴ്നാട്ടു പെണ്ണല്ലേ നീ. പെൺകൾ നാട്ടിൻ കൺകൾ തെരിയുമാ. നിമർന്ന നന്നടை നേർക്കൊണ്ട പാർവയും നിലത്തിൽ യാർക്കും മഞ്ചാത നെരികളും ஞான ശെരുക്കും ഇരുപ്പതാൽ ചെമ്മൈ മാതർ തിറം പൂവതില്ലയാം. ഭാരതിയാർ പറഞ്ഞിട്ടുള്ളതാ. ഇന്ന് എന്തിനാ കൺമണിക്ക് അടി കിട്ടിയത്? അമ്മച്ചി പടി ഇറങ്ങിപ്പോയത് ഞാൻ കണ്ടില്ല. നീ മാത്രമല്ലല്ലോ ഇവിടെ. ഒരു പണിയും ചെയ്യാതെ തിന്ന് കൊഴുത്ത് നടക്കുന്നവർ കുറെ എണ്ണം ഉണ്ടല്ലോ. അവർക്കാർക്കൊരു ഉത്തരവാദിത്വമില്ലേ? എന്താടി ഇവിടെ കിട്ടിയതൊന്നും പോരെ നിനക്ക്? കേറി പൂടി അകത്ത് പോ. നിങ്ങൾക്ക് എന്ത് രസമാ? എന്താ ചെറുപ്പത്തിൽ അടി കിട്ടിയിട്ടില്ലല്ലേ? ഈ അടിക്കും പിച്ചും മാന്തിനൊക്കെ നല്ല വേദന ഉണ്ടാവും. അത് തിരിച്ചു കിട്ടിയാലേ മനസ്സിലാവൂ. എന്താ തിരിച്ചറിയാൻ വല്ല ഉദ്ദേശം ഞാൻ എന്തിനാ തരുന്നത്? അങ്ങ് ചെല്ലുമ്പോ കർത്താവ് ചോദിച്ചോളും. കർത്താവിനോട് ഞാൻ പറഞ്ഞോളാം. തനിക്ക് എന്താ ഈ മുറ്റത്ത് കാര്യം? ഒന്നുമില്ല, ഞാൻ കുറച്ച് ഐസ് വാങ്ങിക്കാൻ വന്ന. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പയ്യന്റെ കയ്യിൽ ചുറ്റിക കൊണ്ടു. ഇതേ ഐസ് ഫാക്ടറി ഒന്നും അല്ല. ആ. താൻ പോയേ. വെറുതെ അല്ല സഭാവസ്ത്രം ഇടുന്നതിന് മുമ്പ് ഊടിക്കളഞ്ഞിങ്ങി പോന്ന്. എന്താന്ന് വെച്ചാ ഉറക്കെ പറയടോ. കന്യാസ്ത്രീയാവൻ പോയിട്ടെ പകുതിക്ക് വെച്ച് നിർത്തിയേച്ചിങ്ങി പോകുന്ന കാര്യം നാട്ടുകാർക്കൊക്കെ അറിയാമെന്ന് പറയായിരുന്നു.